നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. ജസ്റ്റിസ് പി സുരേഷ് കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. ഹൈക്കോടതി വിധിയിൽ ദുഃഖമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. കുടുംബത്തെ തളർത്താനാണ് ഓൺലൈൻ വഴിയുള്ള അപവാദ പ്രചാരണമെന്നും മഞ്ജുഷ പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ചിന്റെ നിലപാട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സ്വീകരിച്ചത്. തുടർന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലും ഡിവിഷൻ ബെഞ്ച് തള്ളി. അപ്പീൽ തള്ളിയതിൽ ദുഃഖമുണ്ടെന്നും ഓൺലൈൻ വഴി നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ കുടുംബത്തെ തളർത്താനെന്നും മഞ്ജുഷ പ്രതികരിച്ചു. CBI അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടൂ. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത്. ഇനിയും മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ്. അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാകുന്നത്? പ്രധാന പ്രതികളെല്ലാം അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടക്കുന്നില്ലല്ലോ. അന്വേഷണം നടക്കുന്നതേ ഇല്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത്. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മളെ സഹായിക്കുന്നവരെ തളർത്തുക എന്നുള്ളതാ ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് നവീൻ ബാബുവിന്റെ സഹോദരനും പ്രതികരിച്ചു. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ. കാരണം സിംഗിൾ ബെഞ്ചിൽ നിന്നൊരു വിധി ഉണ്ടായ ശേഷം ഡിവിഷൻ ബെഞ്ച് വിശദമായ വാദം കേട്ട ശേഷം അനുകൂലമായ ഒന്ന് പ്രതീക്ഷയിലായിരുന്നു. വളരെ നിരാശാജനകമായി പോയി, വളരെ ഷോക്കിംഗ് ആയിപ്പോയി ഈ ഒരു വിധിയെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിധിയുടെ പകർപ്പെടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. അല്ല, ഞങ്ങളത് പറഞ്ഞിട്ടുള്ളതാണ്. അന്വേഷണം വളരെ മോശമാണ്. ഞാൻ Day 1 തന്നെ ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് SHOയ്ക്ക്. അതിൽ പ്രശാന്തൻ്റെ വ്യക്തിയെക്കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഇതുവരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു 4.5 മാസമായിട്ടുണ്ട്. ഇതുവരെ പ്രശാന്തനെ പ്രതി പോലും ആക്കിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ചതുമാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. വിധിയുടെ പകർപ്പെടുത്തിയ ശേഷം തീരുമാനം. അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളതല്ല നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടെടുത്ത കേസെന്നാണ് അപ്പീൽ തള്ളിയ വിധിയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം. അന്വേഷണത്തിൽ ഇടപെടാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേസുമല്ല. കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് ഏത് ഏജൻസിക്കും അന്വേഷിക്കാവുന്ന കേസാണിത്. കേസ് അന്വേഷണം ന്യായവും നിഷ്പക്ഷവുമായ രീതിയിൽ നടക്കില്ല എന്ന സംശയത്തിന് അടിസ്ഥാനമില്ല. ഇരയ്ക്ക് സംശയം തോന്നുന്നതിനാൽ മാത്രം അന്വേഷണം കൈമാറാൻ സാധിക്കില്ല. കൃത്യമായ കാരണങ്ങളില്ലാതെ കേസുകൾ കൈമാറിയാൽ സാധാരണ നിയമപ്രക്രിയയിലുള്ള വിശ്വാസം പൊതുജനത്തിന് നഷ്ടപ്പെടുമെന്നും വിധിന്യായത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ജനം, കൊച്ചി.